നമസ്കാരം. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. മുഖ്യമന്ത്രി ബിജെപിക്കൊപ്പം നിന്ന് രാഹുലിനെ ആക്രമിക്കുന്നുവെന്നും പ്രിയങ്ക ആരോപിച്ചു. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. രാഹുൽ ഗാന്ധി അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നു, ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രം രാഹുലിനെ ലക്ഷ്യം വെക്കുന്നു എന്നും പ്രിയങ്ക പറഞ്ഞു. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നവർ ടീമിൽ തന്നെ ഉണ്ടെങ്കിൽ മത്സരങ്ങൾ ജയിക്കാനാവില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി സമാനമായ രീതിയിൽ ഒളിച്ചു കളിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം കോൺഗ്രസിനെതിരെയും രാഹുലിനെതിരെയും ആഞ്ഞടിക്കും. ഒരിക്കലും BJPയെ കുറ്റപ്പെടുത്തില്ല. ലൈഫ് മിഷൻ മുതൽ സ്വർണ്ണക്കടത്ത് വരെ ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും മോദി സർക്കാർ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടില്ലെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി. കൊടകര കള്ളപ്പണ കേസും പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് കോടിക്കണക്കിന് രൂപയുമായി പിടികൂടി. പക്ഷെ വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല എന്നും പ്രിയങ്ക ആരോപിച്ചു. രാജ്യത്ത് സ്ത്രീകൾ അതിക്രമങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് കേന്ദ്രവും കേരളവും ശ്രമിക്കുന്നതെന്നും വാളയാറിലും വണ്ടിപ്പെരിയാറിലും ഇത് കണ്ടതാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. You know, like in a football match, when you have a compromised player, you can't win the match. In the same way, your CM is compromised. He only attacks my brother and the Congress party. He never attacks the BJP. ഒരു കാര്യം പറയട്ടെ, ഒരു ഫുട്ബോൾ മാച്ചിൽ ഒരു കളിക്കാരൻ എതിർഭാഗത്തുള്ളവരോട് അനുരഞ്ജനം, ഒത്തുകളി നടത്തിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ കളി ജയിക്കാൻ പറ്റില്ല. അതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒത്തുതീർപ്പ് ചെയ്യുന്ന, അനുരഞ്ജനം ചെയ്യുന്ന, ഒത്തുകളിക്കുന്ന ആളാണ്. അദ്ദേഹം എന്റെ സഹോദരനെയും കോൺഗ്രസ് പാർട്ടിയെയും മാത്രമേ ആക്രമിക്കുന്നുള്ളൂ. അദ്ദേഹം BJPക്കെതിരെ ഒരക്ഷരം പറയുന്നില്ല. Have you ever thought about it? His name came up in so many scams, Life Mission and gold scam and so many scams. But how come Mr. Narendra Modi's government, the BJP government, never put cases on him, never did any raids on him, no action has been taken on him? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സ്വർണ്ണ കള്ളക്കടത്തിൽ, ലൈഫ് മിഷൻ അഴിമതിയിലൊക്കെ അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് അദ്ദേഹത്തെ ഉപദ്രവിക്കാത്തത്, അദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്തത്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Kerala BJP president was caught with crores during the election. No action was taken on him. കേരളത്തിലെ BJPയുടെ പ്രസിഡന്റിനെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് കയ്യിൽ കോടികളുമായിട്ട് പിടികൂടി. പക്ഷെ ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. One man walked from Kanyakumari to Kashmir to beg this country to unite, to show you the way that was the way of Gandhiji, the way of peace, the way of harmony, the way of progress. ഈ സാഹചര്യത്തിലാണ് ഒരു മനുഷ്യൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് സമാധാനത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, ഗാന്ധിജിയുടെ മാർഗത്തിന് വേണ്ടി, സമൃദ്ധിക്ക് വേണ്ടി, സമാധാനത്തിനോട് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്നത്. He spoke to you, he mingled with you, he asked you what your problems are, he understood the greatest suffering today is being caused by unemployment and price rise. He spoke about these issues and he continues to speak about these issues. അദ്ദേഹം ഈ നടന്ന സമയത്ത് നിങ്ങളോട് സംസാരിച്ചു, നിങ്ങളോട് ഇടപഴകി, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അതുമാത്രമല്ല, ഇന്നും ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുമാത്രമല്ല, ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. This man raises his voice against injustice. He stands for the truth. He fights for the truth. He fights for democracy. And the Chief Minister of Kerala only attacks this one man. ഈ മനുഷ്യൻ അനീതിക്കെതിരെ അദ്ദേഹത്തിന്റെ ശബ്ദമുയർത്തുന്നു. അദ്ദേഹം സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. അദ്ദേഹം ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. എന്നിട്ടും ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ മാത്രം വിമർശിക്കുന്നത് എന്തിനാണ്? അദ്ദേഹത്തിനെതിരെ മാത്രം സംസാരിക്കുന്നത് എന്തിനാണ്? So my friends, with all the problems that you are facing, the difficulties in your daily life, the rising unemployment, the rising prices,
All these immense problems my fishermen brothers and sisters are also facing here. Do you not expect that your chief minister and the prime minister should be addressing these problems? നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ സാധാരണ ജനങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഈ രാജ്യത്തെ മുഖ്യമന്ത്രിയും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ രാജ്യത്തെ പ്രധാനമന്ത്രിയും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ കൊണ്ട് മുന്നോട്ട് വരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? When there is violence against women, which you know that we women are facing across the nation, not only the central government in the BJP, but your state government also protects the culprits instead of punishing them. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് മുഴുവൻ സ്ത്രീകൾ അതിക്രമങ്ങൾ നേരിടുമ്പോൾ അത് കേന്ദ്രത്തിൽ മാത്രമല്ല കേരളത്തിലും നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല കേരളത്തിലെ ഗവൺമെന്റും അവിടെ കുറ്റവാളികളെ സ്ത്രീകൾക്കെതിരെ കുറ്റവാളികളെ അതിക്രമങ്ങൾ നടത്തുന്ന കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. In Kerala you saw this in Vallayar, Pallatai and Vandiperiyar cases. വാളയാറിൽ നിങ്ങൾ കണ്ടു, വണ്ടിപ്പെരിയാറിൽ ഈ സാഹചര്യം നിങ്ങൾ കേരളത്തിൽ കണ്ടു.